അപ്പം പരിപ്പും മുരിങ്ങയില കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പരിപ്പും മുരിങ്ങയിലും കറി വെക്കാനായിട്ട് ഞാൻ അരക്കപ്പ് പരിപ്പ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയിലയും കൂടി ഇടാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് മുരിങ്ങയില വേവിക്കാം. മുരിങ്ങയില വേവുന്ന സമയത്തേക്ക് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 3 ചെറിയ ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ കാന്താരി മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പച്ചമുളകാണെങ്കിൽ അത് എടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ജീരകം. ഇത് നല്ലോണം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം മുരിങ്ങയില നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. കറി തിളച്ച് വന്നതിന് ശേഷം വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറവ് റെഡിയാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ച് വെച്ച് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് കറിയിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പം പരിപ്പും മുരിങ്ങയില കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.